പോലീസ് സ്റ്റേഷനുകൾ ജനസൗഹൃദമാക്കുന്നതിൻ്റെ ഭാഗമായി ഇന്നു മുതൽ സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകളിലെ ഭരണം SI-മാർക്ക് നൽകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സവിശേഷത. 484 ഇടങ്ങളിൽ 419 സ്റ്റേഷനുകളിൽ ഇനി മുതൽ SI-മാരായിരിക്കും SHO-മാരാവുക എന്നുള്ളതാണ് സുപ്രധാനമായിട്ടുള്ള മാറ്റമായി പങ്കുവയ്ക്കാൻ കഴിയുന്നത്. 63 സ്റ്റേഷനുകളിൽ SHO ആവുക വനിതാ SI-മാരായിരിക്കുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രത്യേകത. സ്റ്റേഷൻ ചുമതലയിൽ വനിതകൾ എത്തുന്നത് ഇതാദ്യമായിട്ട് കൂടിയാണ് എന്നതുകൂടി നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്നുണ്ട്. നഗരമേഖലകളിലേതടക്കം പ്രധാനപ്പെട്ട 64 സ്റ്റേഷനുകളുടെ ചുമതലയിൽ ഇൻസ്പെക്ടർമാർ തുടരുകയും ചെയ്യും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനുകൾ ജനസൗഹൃദമാക്കുന്നതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു മാറ്റം കൂടി വരികയും ചെയ്യുന്നത്. ജനസൗഹൃദ പോലീസ് സംവിധാനത്തിന് പുതിയ മുഖം നൽകുന്ന എൻ്റെ പോലീസ് സ്റ്റേഷൻ പദ്ധതിയുടെ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ നടന്നു. മുഖ്യമന്ത്രി VD സതീശനും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ആരോഗ്യമന്ത്രി K മുരളീധരനും ഉൾപ്പെടെയുള്ളവർ ആ ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തു. DGPയും അതോടൊപ്പം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും ചടങ്ങിൽ സംബന്ധിക്കുകയും ചെയ്തു. എൻ്റെ പോലീസ് സ്റ്റേഷൻ പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ ഇന്നു മുതൽ നടപ്പിലാകുന്ന സുപ്രധാനമായിട്ടുള്ള മാറ്റങ്ങൾ അതിപ്രകാരമാണ്. SHO ചുമതലയിൽ നിന്ന് ഇൻസ്പെക്ടർമാർ ഒഴിയുന്നതോടുകൂടി മുൻപുണ്ടായിരുന്ന രീതിയിൽ സർക്കിളുകൾ വരും എന്നുള്ളതാണ്. അങ്ങനെ ആകെ 200 സർക്കിളുകൾ വരും. സ്റ്റേഷനിലെത്തുന്നവരോട് മാന്യമായി പെരുമാറുന്നതിന് പുതിയ SHO-മാർക്ക് പരിശീലനം ഉൾപ്പെടെ നൽകാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. പോലീസ് പരിശീലന സിലബസ് പരിഷ്കരിക്കാൻ ആഭ്യന്തര വകുപ്പ് തീരുമാനിച്ചു. റേഞ്ച് DIG-മാർ പരിധിയിലുള്ള സ്റ്റേഷനുകളിൽ ജനങ്ങളുടെ അഭിപ്രായ ശേഖരണം നടത്തണം എന്നുള്ളതാണ് നൽകിയിരിക്കുന്ന നിർദ്ദേശം. സൈബർ കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യാൻ സൈബർ സെക്യൂരിറ്റി IG-യുടെ നേതൃത്വത്തിൽ സംവിധാനമുണ്ടാകും. എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും ഇളം ബ്രൗൺ പെയിൻറ്റ് നിറത്തിലായിരിക്കും പോലീസ് സ്റ്റേഷൻ്റെ ഒരു മുഖച്ഛായ വിഭാവനം ചെയ്തിരിക്കുന്നത് എന്നതുകൂടി മനസ്സിലാക്കേണ്ടതായിട്ട് കൂടിയുണ്ട്. അതായത് നേരത്തെ ജനമൈത്രി പോലീസ് സംവിധാനം കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ നടപ്പിലാക്കിയതാണ്. വർഷങ്ങൾക്ക് ശേഷം ഇത്തരത്തിലൊരു പുതിയ മാറ്റത്തിന് കൂടി ആഭ്യന്തര വകുപ്പിൽ പോലീസ് സേനയിൽ തുടക്കം കുറിക്കുമ്പോൾ അതിനെ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് പോലീസുകാരും ജനങ്ങളുമൊക്കെ നോക്കിക്കാണുന്നത് എന്നതുകൂടി നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്നുണ്ട്. ഏതായാലും സ്വാതന്ത്ര്യദിനത്തിൽ തന്നെ നിർണായകമായിട്ടുള്ള മാറ്റം സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകളുടെ കാര്യത്തിൽ വരുന്നു എന്നുള്ളതാണ് പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരം. PV രഞ്ജിത്തിനൊപ്പം അഭിജിത്ത് ജയൻ, സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.